പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം ആ ബാഗ് ഇട്ടിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ അവളെവിടെ, എന്താ നിൻ്റെ കയ്യിൽ പതിവില്ലാത്തൊരു ബാഗൊക്കെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമേ, അവളെവിടെയെന്ന് ചോദിക്കും. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ദേ നിൻ്റെ തുണിയൊക്കെ അലക്കി അപ്പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ വിക്രം വേദന അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം മുഴുവൻ നീ ആ തുണിയോട് തീർക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ നിങ്ങളെയും എൻ്റെ കയ്യിൽ ഇതേപോലെ കിട്ടുമല്ലോ എന്നാണ് എൻ്റെ ഒരു ആശ്വാസം എന്നൊക്കെ പറയുകയാണേ. സമയത്ത് വിക്രായി ഒരു ബാഗ് എടുത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ വേദം ഇങ്ങനെ നോക്കുകയാണതേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേ നിൻ്റെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണേ നിനക്കിട്ട വിലയാണ്. എങ്ങനെ വന്നാലും കൂട്ടിയും കുഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലേ നിനക്കാകെ 10 ലക്ഷം രൂപ വിലയുള്ളെന്ന് അങ്ങേർക്ക് തോന്നിക്കാണും. കഷ്ടം, സ്വന്തം മകൾക്ക് വിലയിടേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥയെ. നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ ഈ 10 ലക്ഷം രൂപ കൊടുത്തത് നിൻ്റെ അച്ഛനാണിതേ, അനാവശ്യം പറയരുത് കേട്ടോ. എൻ്റെ അച്ഛൻ അത്രയും തരം താഴ്ന്ന ഒരാളല്ല. എടി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടേ നിന്നെ തിരിച്ച് കൊണ്ടുവരാനാണ് അവരെന്നോട് പറഞ്ഞതെന്ന് പറയും. എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ വിക്രം വേഗം തന്നെ വിനയൻ്റെ അടുത്ത് ചെല്ലാണ്. എന്നിട്ട് പറയുന്നേ, സാക്ഷിയാണ് ഈ നിൽക്കുന്നത്, എൻ്റെ ചേട്ടൻ മാത്രമല്ല ഇടനിലക്കാരനാണ് എൻ്റെ ചേട്ടൻ, സാക്ഷിയായിട്ട് രാധയുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ രാധനെ വിനായകനൊക്കെ വേദന നോക്കണേ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, വിനായകനോട് വിക്രം ചോദിക്കുന്നുണ്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതെ കുട്ടിയുടെ ഏട്ടൻ തന്നെയാണ് ഈ 10 ലക്ഷം രൂപ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തത്, ഞാൻ തന്നെയാണ് അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് പോയതെന്നൊക്കെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. കേട്ടല്ലോ, നിൻ്റെ അച്ഛൻ തന്നെയാണ് നിനക്ക് വിലയിട്ട് ഇങ്ങോട്ട് വന്നത്. അതെ നിൻ്റെ അച്ഛനോട് നീ ഒരു കാര്യം പറയണം, ഈ 10 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് പറയണം വല്ല പാവപ്പെട്ട ആൾക്കാർക്ക് ദാനമായിട്ട് നൽകാൻ. അതെ ഞാൻ ഗുണ്ടയൊക്കെ തന്നെയാണ്, പക്ഷേ ഒരിക്കലും ഒരു പെണ്ണിന് വിലയിടാനായിട്ട് തരം താഴ്ന്നവനല്ല. പിന്നെ വിക്രത്തിന് വിലയ്ക്ക് എടുക്കാനായിട്ട് അങ്ങേരുടെ ഈ പണമൊന്നും പോരാന്ന് നിൻ്റെ അച്ഛനോട് ഈ പൈസ കൊണ്ടു കൊടുത്തിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. എന്നിട്ട് പറഞ്ഞിട്ട് ഈ നിമിഷം തന്നെ നീ പൈസയും കൊണ്ട് ഈ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം, എൻ്റെ ജീവിതത്തിൽ നീ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. വേദന ആ പൈസ എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അകത്ത് വിക്രത്തിൻ്റെ റൂമിൽ കയറി വാതിലടച്ചിട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ, അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ വേദയാണ് അച്ഛാ എന്ന് പറയുന്നുണ്ട്. പേര് ഡിലീറ്റ് ചെയ്യാൻ മറന്നതുകൊണ്ട് നീ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി ആരാണെന്ന്. അച്ഛാ ആദ്യം അച്ഛൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് പ്രതികാരം ചെയ്യാൻ നോക്കി, ഇപ്പം പണം കൊടുത്തും അച്ഛൻ ഞങ്ങളോട് പ്രതികാരം നോക്കുകയാണ്. എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛൻ കൂട്ടിയും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആകെ 10 ലക്ഷം രൂപ വില വന്നിട്ടുള്ളൂ അല്ലേ. എന്തായാലും കൊടുത്തയച്ച തുകയുടെ വലുപ്പം നോക്കിയിട്ട് പറയുന്നതല്ല, എങ്കിലും എൻ്റെ അച്ഛൻ ഇത്രയ്ക്കും തരം താഴ്ന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മുന്നിൽ നിന്നിട്ട് അവർ ആ 10 ലക്ഷം രൂപ തന്നിട്ട് എൻ്റെ വിലയാണെന്ന് പറഞ്ഞ് തന്നപ്പോൾ ഞാൻ എല്ലാവരും മുന്നിൽ നാണം കെട്ടുപോയി അച്ഛ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഒരിക്കലും അച്ഛൻ ഇത്ര വലിയ ഒരു ചതി എന്നോട് ചെയ്യുന്നു കരുതിയിരുന്നില്ല. ഇവിടെ കുറച്ച് ആഡംബരങ്ങളൊക്കെ കുറവാണ്, പക്ഷേ എങ്കിലും മനസ്സമാധാനമുണ്ട്. പക്ഷേ അച്ഛനായിട്ട് അതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അച്ഛൻ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അച്ഛനെ കുറിച്ച് എനിക്ക് മനസ്സിലൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഉടഞ്ഞു പോയത് എന്നൊക്കെ വേദങ്ങനെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദേ നീ എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, മതി നിർത്ത്. അച്ഛൻ ഇനി വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഒരിക്കലും എന്നെ ഉപദ്രവിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം വിക്രവും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വേദ റൂമിൽ പോയി വാതിലടിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ പോകും എന്നുള്ള രീതിയിൽ നന്ദിനിയും രാധയും പ്രതീക്ഷയോടെ കൂടി നിൽക്കുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രീജിയോട് ചോദിക്കണം, ആ കുട്ടി പോകുമോ ശ്രീജി? അറിയില്ല അമ്മയെന്ന് ചോദിക്കണം. ഇതിനാണ് വിക്രമിൻ്റെ റൂമിൽ കയറി വാതിലടച്ചത് എന്ന് രാധയും ചോദിക്കുകയാണ്. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, എന്തെങ്കിലും എടുക്കാനുണ്ടാവും എന്ന് പറയാണ്. പോട്ടെ ഇപ്പോൾ വരുമല്ലോ എന്ന് രാധ പറയാണ്. പെട്ടെന്ന് വേദ ഇറങ്ങി വരികയാണ്. വേദ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ വിക്രം പറയും, ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് പറയും കേട്ടോ. വിക്രത്തിനെ വേദ അങ്ങനെ കണ്ണോണ്ടൊന്ന് ഉരുട്ടി നോക്കിയിട്ട് വേഗം തന്നെ വീണ്ടും പോയി കേട്ടോ തുണി അലക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ വേദ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. നീ എന്താ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എവിടേക്ക് പോകാൻ? നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതാണ് എൻ്റെ വീടെന്ന് എന്ന് പറയാൻ കേട്ടോ. ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? അതെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ആ പണം 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്നിട്ട് നിനക്ക് വിലയിട്ടവർ ആണ് നിൻ്റെ അച്ഛനും അമ്മയൊക്കെ. എന്നിട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ നാണാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ പണം മേടിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണമൊന്നും തോന്നില്ലല്ലോ. നിങ്ങളോട് ആര് പറഞ്ഞു ആ പണം ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ? അതെ നിനക്ക് തന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് വലിച്ചെറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വാങ്ങിച്ചതെന്നൊക്കെ പറയാം കേട്ടോ.
അപ്പം രാധ പറയാണ് അതെ അതെ ആ പണം എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് എന്ന് പറയുകയാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോഴത്തേക്കും നീ മിണ്ടരുത്, ഇത് എൻ്റെ ഭർത്താവും അങ്ങേരെ അളിയനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൽ നീ പുറത്തുനിന്നുള്ളവരെ ഓട്ടം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധനെ വായടപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുകയാണെ വിക്രം ചോദിക്കുകയാണ് എനിക്ക് പറയാലോ നിന്നോട് എന്ന് പറയുകയാണേ. അപ്പോൾ വിക്രത്തിന് എന്താ അറിയേണ്ടത് എന്ന് ചോദിക്കുകയാണേ. നീ ഇത്രയൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വിക്രം സംസാരിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ ചെയ്തതിൽ എന്താ തെറ്റ്, നിങ്ങൾ ചെയ്തതും തെറ്റ് തന്നെയല്ല, ആ പൈസ കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് എറിഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകുന്നല്ലോ, നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ എന്നെ ആ പൈസ തന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്, ഇപ്പം നിങ്ങൾ രണ്ടു കൂട്ടർ ഒരുപോലെ ആയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പം നാണം കെട്ട് അവിടെ നിന്ന് വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണേ. ഈ സമയത്ത് രാധയ്ക്ക് ഭയങ്കര വിഷമമാവാണ്. എന്തായാലും ഈ വീട് തന്നെയാണ് എൻ്റെ വീട്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള രീതിയിൽ തന്നെ വേദ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും തുണി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിങ്ങാണ്ട് വിക്രത്തിൻ്റെ തോളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ തോളിലേക്ക് വെച്ച് കൊടുക്കും. വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ ഈ തുണിയൊക്കെ എന്നും അലക്കിയിട്ട് വരുന്നു വിചാരിക്കേണ്ട, അവനവൻ്റെ തുണിയൊക്കെ അവനാൻ അലക്കാം, പിന്നെ ഈ വയസ്സായ അമ്മനെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് വേഗം പോയിട്ട് അത് അഴയിൽ വിരിച്ചിടുക എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം മുഖം നോക്കുകയാണേ. രാധയാണെന്നുണ്ടെങ്കിൽ ആകെ നാണം കിട്ട അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വേദ എന്ന് വെച്ചാൽ ഒരു മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇതൊക്കെ കണ്ടിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് വേദ പറയണം അമ്മേ ഭയങ്കര തലവേദന അമ്മേ, മോൾക്ക് ഞാൻ കാപ്പി ഇട്ട് തരാം, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ ശ്രീജിയും പോകുകയാണേ. ഇതൊക്കെ കണ്ടിട്ട് ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് രാധ. വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിക്രത്തിനെ നോക്കി രാധ അവിടെ നിന്ന് പോകും. വിക്രം പതുക്കനെ വന്നിട്ട് ആ ഒരു ഷർട്ടൊക്കെ അഴയിൽ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം വീടിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് നന്ദിനി വിനായകനോട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു പൈസ പോലും കിട്ടൂലല്ലേ, കമ്മീഷൻ ഇനി കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഗോവ ട്രിപ്പോ അതൊക്കെ ടിക്കറ്റ് എടുത്തതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെ ടിക്കറ്റിന് പൈസ ഇങ്ങനെ തരുമെന്ന് അവരോട് കാല് പിടിച്ച് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയണ്ട. അപ്പോഴേക്കും വിക്രം അവിടേക്ക് വരാണ്ട് എവിടേക്ക് പോകേണ്ട കാര്യമാണ് രണ്ടുപേരും കൂടെ പറയുന്നത്. അല്ല രാവിലെ തന്നെ ഒന്ന് നടക്കാൻ പോകേണ്ട കാര്യമാണെന്ന് പറയും കേട്ടോ നന്ദിനി. അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ് നന്നായിട്ട് നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ്, ആക്രാന്തം കുറയാനും നല്ലതാണ്. അതെ ഞാനിതുവരെ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല എന്ന് വിനയം പറയട്ടോ. ആണോ എന്നാൽ ഇപ്പം കേട്ടോ, അതെ കമ്മീഷൻ മേടിക്കാതെ താനൊരു തെറ്റും ചെയ്യില്ല, ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എത്ര കമ്മീഷൻ കിട്ടിയതിലെന്ന് പറയുകയാണേ. അയ്യോ ഇല്ലില്ല കമ്മീഷനൊന്നും കിട്ടിയിട്ടില്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ, നീ ഞാൻ പരിശോധിച്ചോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വിനയൻ എന്നെ വിക്രം പരിശോധിക്കുന്നുണ്ട് കേട്ടോ. കീസിലൊക്കെ കൈയിട്ട് നോക്കുമ്പോൾ ഗോവയ്ക്കുള്ളൊരു ടിക്കറ്റ് കണ്ടിട്ടോ. അപ്പോൾ പറയും അയ്യോ ഇതൊരു ഗിഫ്റ്റ് വൗച്ചറാണ് നന്ദിനി പറയട്ടോ. ഗിഫ്റ്റ് വൗച്ചറോ എന്നാൽ നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ടേ എന്തായാലും ഈ ഗിഫ്റ്റ് വൗച്ചറും കൊണ്ട് നിങ്ങൾ എവിടേക്കും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് വൗച്ചർ അങ്ങനെ 4 ആക്കി കീറി മടക്കി കളയാണ് കേട്ടോ. അയ്യോ ഒന്ന് പറയണ്ടേ ദേ മേലിത്തരം ഉഡായിപ്പ് പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ മേലും കീഴും നോക്കൂല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും. എന്തോരം ആൾക്കാരെ കാലം ബാബു പഠിക്കണി ഇവനെ എന്ന് പറയുമ്പോഴത്തേനും വിനായകൻ അങ്ങനെ വന്നിട്ട് എന്തടി നീ പറഞ്ഞത് ചോദിക്കട്ടെ. ചേട്ടനോ ഇനിയാണല്ലോ നമ്മൾ പുറത്താവാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ നന്ദിനി അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ ദേഷ്യത്തോടുകൂടിയിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ തെമ്മാടിക്ക് നീ 10 ലക്ഷം രൂപ പണം കൊണ്ട് കൊടുത്തോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കണേ. നിന്നോടല്ലേ ചോദിച്ചത്, ആ തെമ്മാടിക്ക് 10 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് വേദന ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. അത് പിന്നെ അച്ഛാ വേദ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നീ ചെയ്തത് എന്ത് വലിയ ചതിയാണെന്ന് നിനക്ക് അറിയുന്നുണ്ടോ, എല്ലാവരും കൂടെ എന്നെ നാണം കെടുത്താണോ എന്ന് ചോദിച്ചിട്ട് ഒറ്റയടി മുഖത്തേക്ക് അടിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ മുഖം പൊത്തി നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റ് ചോദിക്കുകയാണ് എന്താണ് ശങ്കര നീ കാണിച്ചത്, അവൻ നിൻ്റെ മകൻ മാത്രമല്ല ഒരു പെണ്ണിൻ്റെ ഭർത്താവും കൂടിയാണ്, അമ്മ മിണ്ടരുത് എന്ന് പറയാണ് കേട്ടോ ശങ്കരനാരായണൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും മുന്നിൽ ഞാനല്ലേ നാണം കെട്ടത്, അവൾ എന്നെ വിളിച്ച് ചോദിച്ചു അച്ഛൻ എനിക്ക് 10 ലക്ഷം രൂപ വിലയിട്ട് കൊടുത്തയച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവനെ ആ 10 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തതെന്ന് ചോദിക്കുക അറിയോ നിങ്ങൾക്ക്, അത് അവളുടെ മുന്നിൽ കൊണ്ട് എറിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ മുഖത്ത് കൊണ്ട് എറിയാനാണ് അവൻ പറഞ്ഞത്. ഞാൻ എത്രത്തോളം തരം താഴ്ന്നവനാണെന്നാണ് അവൾ ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചത്. സ്വന്തം മകൾക്ക് വിലയിടാൻ മാത്രം ഞാൻ ചെറുതായോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. ഇപ്പോൾ എല്ലാവരും മുന്നിൽ നാണം കെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറ സോറി അച്ഛാ, ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ അഭിമാനം തിരിച്ചു പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു പിടിച്ചോ, അഭിമാനം പോകല്ലേ ചെയ്തത്.
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിൻ്റെ മനസ്സറിവും കൂടെ ഉണ്ട്, നിൻ്റെ മനസ്സും കൂടെ അറിഞ്ഞിട്ടാണ് അവനങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്നും ഇടാതെ നിൽക്കുന്ന ശങ്കരനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.